തങ്കപ്പൂച്ചേ തങ്കപ്പൂച്ചേ. മാതൃഭാവത്തിന്റെ പരമോന്നതിയിൽ നിലനിന്നുകൊണ്ട് അമ്മിഞ്ഞ പാലിന്റെ മണമുള്ള നിഷ്കളങ്കരായ കൊച്ചു കുരുന്നുകൾക്ക് സ്നേഹവാത്സല്യങ്ങളോടൊപ്പം അക്ഷരസാധനയും പകർന്നു നൽകുന്ന ബാലവാടികൾ ഓരോ ഗ്രാമത്തിന്റെയും സുഹൃതമാണ്. 4 പതിറ്റാണ്ട് മുമ്പ് പരപ്പ പ്രതിഭാനഗറിലെ ഗ്രാമലക്ഷ്മി മഹിളാ സമാജത്തിന്റെ സങ്കല്പത്തിൽ പൊട്ടിവിടർന്ന് ബാലവാടിയായി, താരുണ്യത്തിൽ അംഗനവാടിയായി, ഉയർച്ചയുടെ യൗവനത്തുടിപ്പിൽ വികസനത്തിന്റെ വിജയഗാഥകൾ രചിച്ചു മുന്നേറിക്കൊണ്ടിരിക്കുന്ന പരപ്പ പ്രതിഭാനഗറിലെ അംഗനവാടിയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് ഒരു യാത്ര പോകാം. ചിരിക്കുവാൻ മണ്ണു വേണം, മണ്ണു നന്നാകുവാൻ വിളകൾ വേണം. വാക്കുകൾ വിത്തായി വിളയിക്കുവാൻ വേണം വിദ്യാലയം. പരപ്പ എന്ന കാർഷിക സംസ്കാര ഗ്രാമത്തിലെ ജനത ഒന്നടങ്കം കൃതജ്ഞതാ നിർഭരമായ സ്നേഹോഷ്മളതയോടെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഇടം. 4 ദശാബ്ദങ്ങൾക്ക് മുൻപ് പ്രതിഭാനഗറിൽ ഗ്രാമലക്ഷ്മി മഹിളാ സമാജത്തിന്റെ സങ്കല്പത്തിൽ പൊട്ടിവിടർന്ന് ബാലവാടിയായി, താരുണ്യത്തിൽ അംഗനവാടിയായി, ഉയർച്ചയുടെ യൗവനത്തുടിപ്പിൽ തലയുയർത്തി നിൽക്കുന്ന പ്രതിഭാനഗർ അംഗനവാടി. നാട്ടുനന്മകൾ ഒന്നൊന്നായി കളമൊഴിഞ്ഞു പോകുന്ന വർത്തമാനകാല ജീവിതത്തിന്റെ തിരുമുറ്റത്തേക്ക് കലാസാംസ്കാരിക ചിന്തകളെ തൊഴിലുണർത്തി നാട്ടുപാരമ്പര്യത്തിന്റെയും സാമൂഹിക സംസ്കാരത്തിന്റെയും പ്രതിബദ്ധത ഊട്ടിയുറപ്പിക്കുന്നതിൽ മുഖ്യമായ സ്ഥാനമാണ് ഈ അംഗനവാടിക്കുള്ളത്. ടീച്ചറെ അമ്മയും അച്ഛനും അവര് നല്ലവണ്ണം അട സഹായിച്ചു. പിന്നെ മോക്ക് ജോലിയായി അട അങ്ങനെ ത്രിവേണി ടീച്ചർക്ക് ജോലി ഇന്ന് വരെ ഉണ്ട്. അംഗനവാടിയിൽ നിന്ന് കുഞ്ഞക്ക് കിട്ടുന്നത് നമുക്ക് കിട്ടും, കുഞ്ഞക്ക് കൊടുക്കണ്ട്. പിന്നെ ജബിയിൽ വെക്കുന്നതെല്ലാം കിട്ടീന്, അത് സഹായം തന്നെ. ഏർപ്പം കിട്ടീന് ജബിയിൽ വെക്കുന്ന. ഒപ്പം അമ്മിഞ്ഞപ്പാലിന്റെ മണമുള്ള നിഷ്കളങ്കരായ കുഞ്ഞുമക്കൾക്ക് സ്നേഹവാത്സല്യങ്ങളുടെയും അക്ഷരകലയുടെയും അമൃതപുണ്യം പകർന്നു നൽകാനും സാമൂഹിക സേവന പന്താവിൽ ഒളിമങ്ങാതെ നിലനിന്നുകൊണ്ട് തന്റെ കർമ്മപാതയിലൂടെ 4 പതിറ്റാണ്ടിന്റെ സാർത്ഥകമായ അധ്യാപിക പദവി അലങ്കരിക്കുന്ന ത്രിവേണി ടീച്ചർ. നമുക്ക് ഇന്ന് ഇങ്ങനെ ഒരു കെട്ടിടത്തിൽ നിൽക്കുന്നുണ്ടെങ്കിലും 1977 നമുക്ക് ആദ്യമായിട്ട് ഒരു ഉപ്പുമാവ് എന്ന രീതിയിലാണ് നമുക്ക് തുടങ്ങിയത്. അത് NSS കരയോഗത്തിൽ വെച്ചിട്ടായിരുന്നു ആദ്യമായി തുടങ്ങി. അതിനുശേഷം 78 ആണ് നമുക്ക് ബാലവാടി എന്ന ഒരു പേരോട് നമുക്ക് മഹിളാ സമയത്തിന്റെ കീഴിൽ കിട്ടിയത്. അന്ന് എൻ്റെ അച്ഛനും അമ്മയും തന്നെയായിരുന്നു ഇതിന് മുൻകൈ എടുത്തത്. വളരെ പിന്നോക്കാവസ്ഥയിലുള്ള ഒരു ഗ്രാമമായിരുന്നു ഇത്. ആ ഗ്രാമത്തിൽ ഇങ്ങനെ ഒരു ബാലവാടി കെട്ടിടം അന്ന് നമുക്ക് കിട്ടിയത് വളരെയധികം സന്തോഷമുണ്ട്. അതിന് എല്ലാ നാട്ടുകാരുടെയും പണ്ടത്തെ എല്ലാവരുടെ സഹകരണവും കൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു കെട്ടിടം ഉണ്ടായത്. എല്ലാ സ്ഥലത്തിലും എല്ലാ മേഖലകളിലും ഇന്നത്തെ ഞാൻ പഠിപ്പിച്ച കുട്ടികൾ തിളങ്ങി നിൽക്കുന്നുണ്ട്. അതുപോലെ എൻ്റെ 3ാം തലമുറ എൻ്റെ അംഗനവാടിയിൽ പഠിച്ചു സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. അതിലെല്ലാം എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ത്യാഗബുദ്ധിയാ പ്രവർത്തിക്കുന്ന ഹെൽപ്പർമാർ അങ്ങനെ നാടിന്റെ ജനഹിതമറിഞ്ഞ് ജൈത്രയാത്ര തുടരുകയാണ് ഈ അംഗനവാടി. ഓരോ നാടിന്റെയും വിദ്യാഭ്യാസ, കലാ, സാമൂഹിക, സാംസ്കാരിക വികസന പരിണാമ ചക്രവാള സീമയിൽ തങ്ങളുടേതായ അടയാളപ്പെടുത്തലുകൾ സമ്മാനിക്കുന്ന ഒട്ടേറെ വ്യക്തിത്വങ്ങളുണ്ട്. പരപ്പ ഒരു ഗ്രാമത്തിന്റെ പാഠഭേദങ്ങൾ എന്ന പുസ്തകത്തിലൂടെ ഈ അംഗനവാടിയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് ശ്രീ ബാലൻ മാസ്റ്റർ പരപ്പ. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. പ്രാരംഭകാലം മുതൽ ഇവിടുത്തെ അധ്യാപികയായിട്ടുള്ള ത്രിവേണി ടീച്ചർ ഒരു സ്നേഹത്തിന്റെ, അതുപോലെ കാരുണ്യത്തിന്റെ, വാത്സല്യത്തിന്റെ, മാതൃത്വത്തിന്റെ ഒരു ആൾരൂപമാണ്. അവരോടൊപ്പം നിരവധി സഹായികളായിട്ടുള്ള ഹെൽപ്പർമാരായിട്ടുള്ള ധാരാളം സഹോദരിമാരും സാഹോദര്യ സ്നേഹത്തിന്റെയും സാമൂഹിക മുന്നേറ്റത്തിന്റെയും അടിവേരുകൾ പടർന്നു പന്തലിച്ച പരപ്പ എന്ന കാർഷിക ഗ്രാമത്തിന്റെ കലാ സാംസ്കാരിക പ്രയാണത്തിൽ കലയുടെ ഈറ്റില്ലമായി, അധ്യാത്മ സ്രോതസ്സായി നവതലമുറയിലെ കലാസ്നേഹികൾക്ക് നാഭീനാളബന്ധമുള്ള വാഴുന്നൂർ മഠത്തിലെ ശ്രീ KP രാമചന്ദ്രൻ നമ്പ്യാർ, സഹധർമ്മിണി പത്മാവതിയമ്മ, വട്ടിപ്പുന്ന വേണുഗോപാലൻ നമ്പ്യാർ തുടങ്ങിയ മഹാരഥന്മാരുടെ നേതൃത്വത്തിൽ
രൂപീകൃതമായ ഗ്രാമലക്ഷ്മി മഹിളാ സമാജം 1977-78 കാലഘട്ടത്തിൽ തുടങ്ങിയ ഉപ്പുമാവ് വിതരണമാണ് ഇന്നത്തെ അംഗനവാടിയുടെ ആരംഭം. 1979 അന്നത്തെ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസറായിരുന്ന ശ്രീ നാരായണൻ സാറിന്റെ നിതാന്ത പരിശ്രമത്തിന്റെ ഫലമായാണ് ഈ ഗ്രാമത്തിൽ ബാലവാടി രൂപം കൊള്ളുന്നത്. അന്നവസ്ത്രാദികൾക്ക് ബുദ്ധിമുട്ടുള്ള പാവപ്പെട്ട എല്ലാ വിഭാഗത്തിലെയും ദരിദ്ര കുടുംബങ്ങളിലെ കുട്ടികൾക്ക് തരിയും പാലും ലഭിക്കുന്നത് ഒരാശ്രയവും അനുഗ്രഹവുമായിരുന്നു. യശശരീരരായ ശ്രീ അവ്വാടക്കൻ കുഞ്ഞമ്പു നായരും സഹധർമ്മിണിയായിരുന്ന കരിച്ചേരി ലക്ഷ്മിയമ്മയും ദാനം നൽകിയ സ്ഥലത്താണ് ഈ അംഗനവാടി ഉയർന്നു വന്നത്. ഗ്രാമവാസികളുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായി കെട്ടിടമുയർന്നു. അമ്മമാർ ആവശ്യമായ സാധന സാമഗ്രികൾ തലച്ചുമടായി എത്തിച്ചു. കണ്ണോത്ത് ബാലൻ വെട്ടുകല്ലുകളും മരങ്ങളും നൽകിയപ്പോൾ കനകപ്പള്ളി വികാരിയച്ചൻ വക മേലോടുകൾ സംഭാവനയായി നൽകി. അങ്ങനെ കൂട്ടായ്മകളുടെ വകഭേദങ്ങളോടെ ബാലവാടിക്ക് കെട്ടിടമൊരുങ്ങി. അതേപോലെ തന്നെ ഈ നാട്ടിന്റെ ഈ പ്രദേശത്തിന്റെ ആകെയുള്ള മാറ്റങ്ങൾ വന്ന് ഈ ബാലവാടി കൊണ്ടാണ്. ഇങ്ങനെ ഈ കിഴക്കൻ പ്രദേശത്ത് ആദ്യമായിട്ട് കൊണ്ടുവന്ന് നേരത്തെ പറഞ്ഞ മാതിരി ടീച്ചറുടെ അമ്മയും അച്ഛനുമാണ് ഇതിന് മുൻകൈയെടുത്തത്. ഓരോ പാഠശാലയും ഓരോ നിയോഗങ്ങളാണെന്ന് പറഞ്ഞതുപോലെ അമ്മിഞ്ഞപ്പാലിന്റെ മണം വിട്ടുമാറാത്ത നിഷ്കളങ്ക ശിശുക്കളുടെ പരിപാലനം ആദ്യത്തെ ബാലവാടി ടീച്ചർ എന്ന നിലയിൽ രാമചന്ദ്രൻ നമ്പ്യാരുടെ മകൾ ത്രിവേണിയിലാണ് വന്നു ചേർന്നത്. സ്വഭാവത്തിലും പെരുമാറ്റത്തിലും കലാകായിക പ്രവർത്തനങ്ങളിലും മികവ് പുലർത്തിയിരുന്ന ത്രിവേണി ടീച്ചറുടെ രംഗപ്രവേശത്തോടുകൂടി ബാലവാടി വളരെ പെട്ടെന്ന് തന്നെ ജനശ്രദ്ധയാകർഷിച്ചു. ഞാനിതാ 1.5 വയസ്സിൽ വന്നത്. കാരണം എന്റെ അമ്മയും അമ്മമ്മയും ജോലി ചെയ്യുന്നവർ. ഇന്നു മുതൽ ഇന്ന് വരെയും എന്റെ ജീവിതത്തില് ഏറ്റവും വലിയ എല്ലാ കാര്യത്തിലും ഒരു ആൾക്കാരുടെ മുമ്പിൽ സംസാരിക്കാനാണെങ്കിലും ആൾക്കാരോട് ഇടപെടാനാണെങ്കിലും അങ്ങനെ എല്ലാ കാര്യത്തിലും എനിക്ക് ഒരു ബേസ് തന്നത് ഈ അംഗൻവാടിയുടെ ത്രിവേണി ടീച്ചറും അമ്മേച്ചിയാണ്. ഇന്ന് ഞാൻ PG മഹാരാജാസ് കോളേജിൽ പഠിക്കുകയാണ്. അതേപോലെ തന്നെ NCC തുടങ്ങിയ സബ് ജില്ലാ കലോത്സവങ്ങൾ ഇവയിലൊക്കെ ഞാൻ പങ്കെടുക്കുമ്പോഴും എനിക്കുണ്ടായിരുന്ന ആത്മധൈര്യം എന്ന് പറയുന്നത് ചെറുപ്പകാലത്ത് അംഗനവാടിയിൽ നിന്ന് കിട്ടിയതായിരുന്നു. ഒരു വേദി അഭിമുഖീകരിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ ഒരു വേദിയിൽ ഒരു പരിപാടി അവതരിപ്പിക്കുക, ഇതൊക്കെ ടീച്ചറും അമ്മിണീച്ചിയും തന്ന ഒരു സപ്പോർട്ടിന്റെ ബലത്തിലായിരുന്നു. കുരുന്നുകൾക്ക് ചിറകേകി 45 നിറവിൽ എന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട് അറിവിന്റെ ലോകത്തേക്ക് ആദ്യ ചുവടുകൾ വെപ്പിച്ച പ്രിയപ്പെട്ട ത്രിവേണി ടീച്ചർക്കും അമ്മിണിയേച്ചിക്കും എൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. കനകപ്പള്ളി, പട്ടണം, കമ്മാടം, മാളൂർക്കയം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് പോലും രക്ഷിതാക്കൾ കുട്ടികളുമായി ബാലവാടിയിലേക്ക് എത്തിച്ചേർന്നു. കൂടത്തിൽ ലക്ഷ്മി, ലീല, ജാനകി, ചന്ദ്രാവതി, ശാന്ത എന്നിവർക്ക് ശേഷം കഴിഞ്ഞ 20 വർഷമായി അമ്മിണി തങ്കച്ചനാണ് അംഗനവാടിയുടെ ജീവനാടി എന്ന വണ്ണം സഹനത്തിന്റെയും മാതൃവാത്സല്യത്തിന്റെയും പ്രതീകമായി സഹായിയായി വർത്തിച്ചു പോരുന്നത്. ഞാൻ ഒരു പറഞ്ഞ നിലയിൽ എല്ലാത്തിനും സഹായിക്കും, അത്രമാത്രം. ഇന്ന് വന്നു 30 വർഷത്തെ ഞങ്ങളുടെ സേവനം നമ്മുടെ കുട്ടികൾ ഏറ്റവും വലിയ ഉന്നതത്തിലേക്ക്. എൻ്റെ മോടെ കുഞ്ഞ് തന്നെ ടീച്ചറിന്റെ കയ്യിൽ നിന്ന് പോയി എഞ്ചിനീയറാണ് തിരുവനന്തപുരം. ത്രിവേണി ടീച്ചറുടെയും ഹെൽപ്പർമാരുടെയും നിർമ്മലമായ കലർപ്പില്ലാത്ത സ്നേഹശാസനകൾ ലഭിച്ച ഓരോ കുട്ടിയും കർമ്മദോഷമില്ലാതെ ഭാവിയുടെ വാഗ്ദാനങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തപ്പെട്ടു. കുട്ടികൾക്ക് അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ നുകരുവാനും അവരുടെ സർഗവാസനകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കാനും ഉതകുന്ന ഒന്നാണ് അംഗൻവാടികൾ എന്ന് എനിക്ക് നിസ്സംശയം പറയാൻ കഴിയും. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാർ. അവർക്ക് ലോകത്തെ നോക്കിക്കാണുന്നതിനുള്ള ലോകജാലകമാണ് അംഗൻവാടി. രോഗപീഡിതർ, ഗർഭിണികൾ, കൗമാരപ്രായക്കാർ എന്ന് വേണ്ട എല്ലാവർക്കും ഇന്നിപ്പോൾ മറ്റേതൊരു സാമൂഹിക സ്ഥാപനത്തെക്കാളും ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ജനസേവാ കേന്ദ്രങ്ങളായി ആശ്രയിക്കുന്നവന്റെ അത്താണിയായി അംഗനവാടികൾ മാറിക്കഴിഞ്ഞു. എനിക്ക് ഭിന്നശേഷിക്കാരെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പ്രതിഭാനഗറിൽ ബാലവാടി ത്രിവേണി ടീച്ചർ പിള്ളേരെ കൊണ്ടുവച്ച് ഒരു ക്യാമ്പ് നടത്തി. എനിക്ക് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന പ്രകാരം 2017 5000 രൂപ ലഭിച്ചു. ഈ ധനസഹായം നൽകാൻ സഹായിച്ച ത്രിവേണി ടീച്ചറിന് ഒരുപാട് നന്ദിയുണ്ട്. മകൻ ശരത്ചന്ദ്രൻ, അവന് ജന്മന കേൾവിക്കുറവുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പരപ്പ പ്രതിഭാനഗർ അംഗൻവാടി ടീച്ചർ മുഖാന്തരം അവന് മാസം പെൻഷൻ കിട്ടുന്നു. 2 പിള്ളേരെ അവിടെ കൊണ്ട് ആക്കിയതാണ്. 5 വയസ്സ് വരെ അംഗനവാടിയിൽ നോക്കിയതാണ്. 2 ആളും നോക്കി, ടീച്ചർ നോക്കി,
ഹെൽപ്പർ നല്ലോണം നോക്കി. പരപ്പ എന്ന കാർഷിക ഗ്രാമത്തിലെ അംഗനവാടിയും കാലത്തിനൊത്ത് വികാസം പ്രാപിച്ചു. സാമൂഹിക സേവന വകുപ്പിന്റെ മേൽനോട്ടത്തിൽ ശിശുക്ഷേമ വകുപ്പ്, ത്രിതല പഞ്ചായത്തുകൾ തുടങ്ങിയവയുടെ ക്ഷേമ പ്രവർത്തനങ്ങളിലൂടെയും സഹായഹസ്തങ്ങളിലൂടെയും ഈ അംഗനവാടിയും സ്തുത്യർഹമായ സേവനം നടത്തിവരുന്നു. അക്ഷരകലയുടെ അമൃതപുണ്യം നുകർന്ന ഈ ബാലവാടിയിലെ ത്രിവേണി ടീച്ചറോടും സഹായികളോടുമുള്ള സ്നേഹാദരവും അഭിപ്രായങ്ങളും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. വാർഡ് മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ശ്രീ വി ബാലകൃഷ്ണൻ എന്നവരുടെ വാക്കുകളിലൂടെ പരപ്പ പ്രതിഭാനഗർ അംഗനവാടിയുടെ നാളുവരെയുള്ള പ്രവർത്തനങ്ങളിൽ ഒരു നാട്ടുകാരൻ എന്ന നിലയിലും വാർഡ് മെമ്പർ ആയി പ്രവർത്തിച്ച 10 വർഷം കാലത്തിന് ഇടയിൽ സജീവമായി ഇടപെടാൻ കഴിഞ്ഞ വ്യക്തി എന്ന നിലയിലും എനിക്ക് അതിയായ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. പരപ്പയിലെ 3 തലമുറകളെ വാർത്തെടുത്ത അക്ഷര വെളിച്ചം, സമൂഹത്തിന്റെ വിവിധ ദിശകളിലും പദവികളിലും ഇരിക്കുന്ന ശ്രേഷ്ഠ വ്യക്തിത്വങ്ങൾക്ക് മാർഗദീപമായി മാറിയ അംഗനവാടി 42 വർഷത്തെ അക്ഷരസാധനയുടെ വരപ്രസാദമായ ത്രിവേണി ടീച്ചർക്കും മറ്റ് സഹായികൾക്കും ഏറെ സ്നേഹാദരങ്ങളോടെ അഭിമാനത്തോടെ പരപ്പ ഗ്രാമത്തിനൊപ്പം എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. കേരളം ചെറുതല്ല, ഭിന്നമതങ്ങൾക്കു താവളം കലാപര സംസ്കാര സേവാദളം.